എല്ലാവർക്കും അക്കാഡമിയ സയൻസ് ട്യൂട്ടറിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ സെക്കൻഡ് റിവിഷൻ ക്ലാസ് ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ദ ഹീറ്റ് ജനറേറ്റഡ് ഇൻ എ കറൻറ്റ് ക്യാരിയിങ് കണ്ടക്ടർ ഇസ് directly proportional to the square of intensity of electric current. Question A: what are the other factors that influence the heat generated in a current carrying conductor? B: name the law related to this. C: a heater having 400 ohm resistance is connected in 200 volt supply. If the heater is worked for 10 minutes, calculate the quantity of heat produced. അപ്പോൾ ഇതൊരു 4 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? ഒരു കറൻറ്റ് ക്യാരിയിങ് കണ്ടക്ടറിൽ അതിൻ്റെ ഹീറ്റ് ജനറേറ്റഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് എമൗണ്ട് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി സ്ക്വയർ ഓഫ് ദി ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറൻറ്റ്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. H is equal to I square RT. അപ്പോൾ H പ്രൊപ്പോർഷണൽ ടു I സ്ക്വയർ എന്നുള്ള ആ ഒരു ഫാക്ടറാണ് ആദ്യം നമ്മൾ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ മറ്റ് ഏതൊക്കെ ഫാക്ടേഴ്സാണ് ഈ ഹീറ്റ് ജനറേറ്റഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ അതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ എഴുതേണ്ടത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അത് ഏത് ലോ ബേസ് ചെയ്തിട്ടാണ് ഈ ഡിപ്പെൻഡൻസ് വരുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രോബ്ലം ആണ്. ഒരു ഹീറ്റർ ഉണ്ട്, അതിൻ്റെ റെസിസ്റ്റൻസ് 400 ohm, അതൊരു 200 വോൾട്ട് സപ്ലൈയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു 10 മിനിറ്റ് ഈ ഹീറ്റർ വർക്ക് ചെയ്യുകയാണെങ്കിൽ എത്ര ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ആവും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 4 മാർക്സ് ആണ്. അപ്പോൾ ആദ്യം തന്നെ തന്നിട്ടുള്ള ക്വാണ്ടിറ്റീസ് എടുത്തെഴുതുക. അപ്പോൾ അതിൻ്റെ ആൻസർ നമ്മൾ ഓൾറെഡി ജൂൾസ് ലോ ഓഫ് ഹീറ്റിങ്ങിൽ പഠിച്ചിട്ടുണ്ട്. H is equal to I square RT. അപ്പം H പ്രൊപ്പോർഷണൽ ടു I സ്ക്വയർ, അതേപോലെ തന്നെ H പ്രൊപ്പോർഷണൽ ടു R ആൻഡ് H പ്രൊപ്പോർഷണൽ ടു T. സോ മറ്റു ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസും ടൈമും ആണ്. ദേ ആർ ഓൾസോ ഡയറക്ട്ലി ഡിപ്പെൻഡൻറ്റ് ടു ഹീറ്റ് പ്രൊഡ്യൂസ്ഡ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വിച്ച് ഇസ് ദി ലോ ബിഹൈൻഡ് ദിസ്. അപ്പോൾ ലോ ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഏതായിരുന്നു? ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ്. അപ്പോൾ ഇതിൻ്റെ ജൂൾസ് ലോ ഓഫ് ഹീറ്റിങ്ങിൻ്റെ ഒക്കെ ഡീറ്റെയിൽഡ് ക്ലാസ് ഞാൻ ഓൾറെഡി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ക്ലാസ് ഒന്നുകൂടി കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടി ക്ലിയർ ആവും. നമ്മുടെ തേർഡ് സബ് ക്വസ്റ്റ്യൻ ഒരു പ്രോബ്ലം ആയിരുന്നു. ഒരു ഹീറ്റർ, അതിൻ്റെ റെസിസ്റ്റൻസ് 400 ohm, വോൾട്ട്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് 200 വോൾട്ട്. അപ്പോൾ അതൊരു 10 മിനിറ്റ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ആവും എന്നുള്ളതായിരുന്നു. അപ്പോൾ തന്നിട്ടുള്ള ക്വാണ്ടിറ്റീസ് എടുത്തെഴുതുക. അപ്പോൾ ടൈം T എന്നുള്ളത് 10 മിനിറ്റ്സ് ആണ്. അപ്പോൾ അതിനെ സെക്കൻഡിലേക്ക് മാറ്റണം, ബിക്കോസ് അതാണ് നമ്മുടെ ബേസിക് യൂണിറ്റ്. അപ്പോൾ 10 മിനിറ്റ്സ് എന്നുള്ളത് 10 × 60, ദാറ്റ് മച്ച് സെക്കൻഡ്സ്. Therefore, we can use the equation H is equal to V square by R into T, because V, R and T is given. അപ്പോൾ അതിൻ്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ വി ഗെറ്റ് 200 സ്ക്വയർ ബൈ 400 ഇൻറ്റു 600. അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 60,000 ജൂളാണ്, വിച്ച് ഈസ് ഈക്വൽ ടു 60 × 10⁻³ ജൂൾ, which is again equal to 60 kilojoule of heat is produced in this heater if it's work for 10 minutes. അപ്പോൾ അതാണ് ഇതിൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഐഡൻറ്റിഫൈ ദി റിലേഷൻഷിപ്പ് ഇൻ ദി ഫസ്റ്റ് പെയർ ആൻഡ് കംപ്ലീറ്റ് ദി സെക്കൻഡ് വൺ. അപ്പോൾ 2 പെയർ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് പെയറിൻ്റെ റിലേഷൻഷിപ്പ് എന്താണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക, എന്നിട്ട് സെക്കൻഡ് പെയർ ഫില്ല് ചെയ്യുക. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പം ഫസ്റ്റ് പെയർ എന്താണ്? സ്റ്റോറേജ് ബാറ്ററി വൈൽ ചാർജിങ്. അതിൽ കൊടുത്തിരിക്കുന്നത് കെമിക്കൽ ഇഫക്റ്റാണ്. അപ്പം നമ്മൾ ഇലക്ട്രിക് കറൻറ്റിൻ്റെ ഡിഫറെൻറ്റ് ഇഫക്ട്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കെമിക്കൽ ഇഫക്റ്റിനൊരു എക്സാമ്പിളാണ് സ്റ്റോറേജ് ബാറ്ററി. അപ്പോൾ നമുക്ക് സെക്കൻഡ് പെയറിൽ കൊടുത്തിരിക്കുന്നത് ഹീറ്റിംഗ് ഇഫക്റ്റാണ്. അപ്പോൾ നമുക്ക് ഹീറ്റിംഗ് ഇഫക്റ്റിൻ്റെ ഒരു എക്സാമ്പിൾ, ആ ഹീറ്റിംഗ് ഇഫക്റ്റ് വെച്ചിട്ട് വർക്ക് ചെയ്യുന്ന ഏതെങ്കിലും ഒരു എക്യുപ്മെൻ്റാണ് നമ്മളത് അവിടെ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഹീറ്റിംഗ് ഇഫക്റ്റ് വെച്ചിട്ട്
വർക്ക് ചെയ്യുന്ന ഒരുപാട് എക്യുപ്മെൻറ്റ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ ആ 1 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അയൺ ബോക്സ് ഫില്ല് ചെയ്യാം, അല്ലെങ്കിൽ ഇൻഡക്ഷൻ സ്റ്റൗ, ഏത് വേണമെങ്കിലും നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് ഫില്ല് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് റെപ്രസെൻറ്റിംഗ് ദി പവർ ഓഫ് ആൻ ഇലക്ട്രിക് സർക്യൂട്ട്? അഗെയിൻ ദിസ് ഈസ് എ 1 മാർക്ക് ക്വസ്റ്റ്യൻ. അപ്പോൾ എന്താണ്, താഴെ കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, കുറച്ച് ഇക്വേഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ പവറിൻ്റെ ഇക്വേഷൻ അല്ലാത്തത് ഏതാണെന്നാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. പവറിൻ്റെ ഇക്വേഷൻ അല്ലാത്ത ആ ഓപ്ഷനിൽ ഏതാണോ അത് നിങ്ങൾ സെലക്ട് ചെയ്ത് ആൻസർ എഴുതണം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 1 മാർക്ക് അവിടെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ പവറിൻ്റെ ഡിഫറെൻറ്റ് ഇക്വേഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നോക്കി എഴുതുക. പവറിന് നമ്മൾ ഡിഫറെൻറ്റ് ഇക്വേഷൻസ് പഠിച്ചതിൽ P = I²R, P = VI, P = V²/R, ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻസ് ആണ്. അപ്പോൾ അതിൽ പവറിൻ്റെ ഇക്വേഷൻ അല്ലാത്തത് ഏത് ഓപ്ഷനാണ്? P = IR², വിച്ച് ഇസ് നോട്ട് ദി ഇക്വേഷൻ ഓഫ് പവർ. അപ്പം ഇക്വേഷൻ അല്ലാത്തത് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അത് എടുത്തെഴുതുക, കൺഫ്യൂസ്ഡ് ആവരുത്. ഇവിടെ നിങ്ങൾക്ക് 1 മാർക്ക് സ്കോർ ചെയ്യാം. Next question, suppose you have to replace an incandescent lamp at your house. Following lamps are available: incandescent lamp, CFL, LED, fluorescent lamp. Which of these lamp would you select? Justify your selection. അപ്പോൾ ഇതൊരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. എന്താണ് തന്നിരിക്കുന്നത്? നിങ്ങളുടെ വീട്ടിലെ ഒരു ഇൻകാൻസെൻ്റ് ലാമ്പ് ഉണ്ട്, അത് നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്യണം. അപ്പം നമുക്ക് കുറേ ലാംപ്സ് അവൈലബിൾ ആണ്. ഇൻകാൻസെൻ്റ് ലാമ്പ്, CFL, LED, ഫ്ലൂറസെൻ്റ് ലാമ്പ്, ഇതിൽ ഏത് വേണമെങ്കിലും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഇതിൽ ഏത് സെലക്ട് ചെയ്യുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ആ സെലക്ട് ചെയ്യാനുള്ള റീസൺ കൂടി നിങ്ങൾ എഴുതണം. അപ്പോൾ അങ്ങനെ എഴുതിയാൽ മാത്രമേ നിങ്ങൾക്ക് ആ 2 മാർക്സ് അവിടെ സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഓൾറെഡി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലാംപ്സ് പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ക്ലാസ് നിങ്ങൾ ഒന്നുകൂടി കണ്ടു നോക്കുക. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ്? LED ലാമ്പാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്, ബിക്കോസ് അതാണ് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ലാമ്പ്. ഏറ്റവും കൂടുതൽ കറണ്ട് ഇൻറ്റൻസിറ്റി എഫിഷ്യൻ്റ് ആയിട്ട്, പവർ ലോസ് ഒന്നും ഇല്ലാതെ കിട്ടുന്നത് LED-യിലാണ്. അതിന് നമ്മൾ ഡിഫറെൻറ്റ് റീസൺസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എനർജി ലോസ് ഒന്നും, ഹീറ്റായിട്ടൊന്നും ലോസായി പോകുന്നില്ല. കാരണം LED-യിൽ ഫിലമെൻ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഹീറ്റ് ലോസ് ഉണ്ടാവുന്നില്ല. പിന്നെ എൻവയൺമെൻറ്റ് ഫ്രണ്ട്ലിയാണ്, ബിക്കോസ് അതിൽ LED-യിൽ മെർക്കുറി വരുന്നില്ല. ബാക്കി എല്ലാ ലാംപ്സിലും മെർക്കുറി വരുന്നുണ്ട്. സോ മെർക്കുറി ഇല്ലാത്തത് കൊണ്ട് തന്നെ എൻവയൺമെൻറ്റിന് യാതൊരുവിധ ഹാമും LED ബൾബ്സ് ചെയ്യുന്നില്ല. സോ LED ഈസ് ദി ബെസ്റ്റ് ഓപ്ഷൻ. അപ്പോൾ നിങ്ങൾ ഇത്രയും എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. A 12-volt battery is connected to 10 ohm and 15 ohm resistors which are connected parallel. Question A. Draw a circuit diagram including an ammeter and switch to the above. B. What will be the resultant resistance of this circuit? C. Calculate the total intensity of current in the circuit. സോ ഇതൊരു 4 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. എന്താണ് തന്നിരിക്കുന്നത്? ഒരു 12 വോൾട്ട് ബാറ്ററി ഉണ്ട്, അത് കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു 10 ഓം റെസിസ്റ്ററും 15 ഓം റെസിസ്റ്ററും രണ്ടും കൂടി പാരലലായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതിലേക്കാണ് നമ്മുടെ 12 വോൾട്ട് ബാറ്ററി കണക്ട് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കണം, ഇൻക്ലൂഡിങ് അമ്മീറ്റർ ആൻഡ് സ്വിച്ച്. അപ്പോൾ അത് വരച്ചാൽ നിങ്ങൾക്ക് 2 മാർക്സ് കിട്ടും. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ആ സർക്യൂട്ടിൻ്റെ റിസൾട്ടൻറ്റ് അല്ലെങ്കിൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. തേർഡ് ക്വസ്റ്റ്യൻ ആ സർക്യൂട്ടിലുള്ള ടോട്ടൽ കറൻറ്റ് എത്രയാണെന്നുള്ളതും കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയും ചെയ്താൽ നിങ്ങൾക്ക് 4 മാർക്സ് സ്കോർ ചെയ്യാം. ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് അവിടെ നമ്മൾ വരച്ചിരിക്കുന്നത്. R1 R2 2 റെസിസ്റ്റേഴ്സ് ഉണ്ട്, അത് പാരലലായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. അതിനെ ഒരു 12 വോൾട്ട് ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു സെല്ല്. പിന്നെ ഒരു സ്വിച്ച് ഉണ്ട്, ഒരു അമ്മീറ്ററും ഉണ്ട്. ശ്രദ്ധിക്കേണ്ടത് അമ്മീറ്ററിന് പോസിറ്റീവ് എപ്പോഴും
സെല്ലിൻ്റെ പോസിറ്റീവിലേക്കായിരിക്കണം, എമീറ്ററിൻ്റെ നെഗറ്റീവ് സെല്ലിൻ്റെ നെഗറ്റീവിലേക്കും ആയിരിക്കണം. സോ ദാറ്റ് ഈസ് ദി സർക്യൂട്ട് യു ഹാവ് ടു ഡ്രോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ്. അപ്പം പാരലൽ കണക്ഷനിൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓഫ് ടു റെസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് RP ഈസ് ഈക്വൽ ടു R1 R2 ബൈ R1 പ്ലസ് R2 ആണ്. ഇവിടെ R1 ഈസ് ഈക്വൽ ടു 10 ഓം ആൻഡ് R2 ഈസ് ഈക്വൽ ടു 15 ഓം. സോ ആ വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെർഫോർ RP ഈസ് ഈക്വൽ ടു 10 ഇൻറ്റു 15 ബൈ 10 പ്ലസ് 15 which is equal to 6 ohm resistance. So the effective resistance of this given circuit is 6 ohm. സോ അതിൻ്റെ തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് ടോട്ടൽ കറൻറ്റ് ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കാനാണ്. സോ ഇതൊരു പാരലൽ സർക്യൂട്ട് ആയതുകൊണ്ട് നമ്മുടെ കറൻറ്റ് ഡിവൈഡ് ചെയ്യും ത്രൂ ഈച്ച് റെസിസ്റ്റർ. അപ്പോൾ പാരലൽ കണക്ഷനിൽ കറൻറ്റ് ഡിവൈഡ് ചെയ്യും. സോ I1 I2 എന്ന് പറഞ്ഞ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. R1 കൂടിയുള്ള കറണ്ട് I1 ആൻഡ് R2 കൂടിയുള്ള കറണ്ടാണ് I2. സോ അത് സെപ്പറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ ആഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. സോ I1 ഇസ് ഈക്വൽ ടു അക്കോർഡിംഗ് ടു ഓംസ് ലോ I1 is equal to V by R1. ഇവിടെ പൊട്ടൻഷ്യൽ സെയിം ആണ്, അതുകൊണ്ടാണ് V1 V2 സെപ്പറേറ്റ് ചെയ്യാത്തത്. അപ്പോൾ V എന്ന് മാത്രം എഴുതിയാൽ മതി. അപ്പോൾ V by R1 is equal to 12 by 10 which is equal to 1.2 ampere and I2 is equal to V by R2 which is equal to 12 by 15 which is again equal to 0.8 ampere. സോ I1 I2 കിട്ടി. ഇനി നിങ്ങൾക്ക് ടോട്ടൽ കറൻറ്റ് I is equal to I1 plus I2 which is equal to 1.2 plus 0.8 will get it as 2 ampere. അപ്പോൾ നിങ്ങൾ ഇത്തരം ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സീരീസ് കണക്ഷനും പാരലൽ കണക്ഷനും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. സീരീസിൽ കറൻറ്റ് സെയിം ആയിരിക്കും, പൊട്ടൻഷ്യൽ വിൽ ബി getting divided, but in parallel connection current gets divided and potential remains the same across the two resistors. അപ്പോൾ ഈ രണ്ട് പോയിൻറ്റ്സ് നിങ്ങളുടെ മനസ്സിൽ നല്ല ക്ലിയർ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത്തരം ക്വസ്റ്റ്യൻസ് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. Next question. Filament lamp is a device working on lighting effect of electric current. Question A. Which material is used to make the filament? B. Write any 4 characteristic properties of this material. സോ ഇതൊരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. എന്താണ് തന്നിരിക്കുന്നത്? ഫിലമെൻറ്റ് ലാമ്പ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ലൈറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറൻറ്റിന് ബേസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഫിലമെൻറ്റ് ലാമ്പിൽ ഉപയോഗിക്കുന്ന ഫിലമെൻറ്റ് ഏതാണ്, ആ ഫിലമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ആ മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടീസ് എന്താണെന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫിലമെൻറ്റ് ലാംപ്സിൽ ടങ്സ്റ്റൺ ഫിലമെൻ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ടങ്സ്റ്റൻ്റെ 4 ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസും നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, വിച്ച് ഈസ് ഹൈ റെസിസ്റ്റിവിറ്റി, ഹൈ മെൽറ്റിംഗ് പോയിൻറ്റ്, high ductility and ability to emit white light in the white hot condition. അപ്പോൾ ഈ 4 പോയിൻറ്റ്സും ഞാൻ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. നിങ്ങളത് ഒന്നുകൂടി കണ്ട് നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും നിങ്ങൾ ആ ക്ലാസ്സസ് കൂടി അതിൻ്റെ ഒപ്പം കാണാൻ ശ്രമിക്കുക. അപ്പോൾ നല്ല ഐഡിയ നിങ്ങൾക്ക് നല്ല ക്ലിയർ ആവും. പിന്നെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും ആൻസർ ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. An electric heater of resistance 115 ohm is made to work on 230 volt supply. Question A. What will be the current through this heater while it is working? B. Calculate the power of this heater. C. Calculate the heat generated by this heater if it works for 10 minutes. സോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്, 4 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. എന്താണ് തന്നിരിക്കുന്നത്? ഒരു ഇലക്ട്രിക് ഹീറ്റർ ഉണ്ട്, അതിൻ്റെ റെസിസ്റ്റൻസ് 115 ഓം, അത് വർക്ക് ചെയ്യുന്നത് 230 വോൾട്ട് സപ്ലൈ കണക്ട് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ കാണേണ്ടത് ആ ഹീറ്ററിൽ കൂടിയുള്ള കറൻറ്റാണ്
കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ആ ഹീറ്ററിൻ്റെ പവർ കാൽക്കുലേറ്റ് ചെയ്യുക. ആൻഡ് തേർഡ് ക്വസ്റ്റ്യൻ 10 മിനിറ്റ്സ് ആ ഹീറ്റർ വർക്ക് ചെയ്യുമ്പോൾ അതിൽ ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റിൻ്റെ എമൗണ്ട് അതും കാൽക്കുലേറ്റ് ചെയ്യുക. ഇത്രയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 4 മാർക്സാണ് സ്കോർ ചെയ്യാൻ പറ്റുക. സോ തന്നിരിക്കുന്ന ക്വാണ്ടിറ്റീസ് എടുത്ത് എഴുതുക. R is equal to 115 ohm and V is equal to 230 volt. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? കറണ്ട് ത്രൂ ദി ഹീറ്റർ കണ്ടുപിടിക്കുക. സോ കറണ്ട് I is equal to V by R. This is according to Ohm's law. സോ വിൻ്റെയും ആറിൻ്റെയും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 230 by 115. The answer is 2 ampere. സെക്കൻഡ് ക്വസ്റ്റ്യൻ പവർ കാൽക്കുലേറ്റ് ചെയ്യാനായിരുന്നു. സോ ഐയും ആറും നമുക്കറിയുന്ന സ്ഥിതിക്ക് പവറിൻ്റെ ഇക്വേഷൻ P is equal to I square R. അപ്പോൾ അതിൻ്റെയും ആറിൻ്റെയും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2 square into 115 which is equal to 460 watt. And the third question is to find the heat generated in the heater if it works for 10 minutes. അപ്പോൾ we'll use the equation H is equal to I square RT according to Joule's law of heating. അപ്പോൾ അതിൻ്റെ വാല്യൂസ് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ദാറ്റ് ഈസ് I square R നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ ബിയിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് 460. സോ 460 ഇൻറ്റു 10 മിനിറ്റ്സ് ആണ്. അപ്പോൾ 10 മിനിറ്റ്സിനെ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യുക. ദാറ്റ് ഈസ് 10 into 60, ദാറ്റ് മച്ച് സെക്കൻഡ്സ്. സോ 460 into 10 into 60 which is 2,76,000 joule, which is again equal to 276 kilojoule of heat energy is generated in the heater. Last question, a heater coil bearing a label 920 watt 230 volt is connected in a 230 volt supply. Question A, find out the current flowing through the heater. B, calculate the heat generated in 5 minutes. C, how the power of the heater can be changed without altering its resistance. But again, this is a 4-mark question. തന്നിരിക്കുന്നത് again this is a question based on the heater. ഒരു ഹീറ്റർ കോയിലുണ്ട്, അതിൽ ലേബൽ ചെയ്തിരിക്കുന്നത് 920 watt which is the power of the heater and 230 volt the potential difference. It is connected in a 230 volt supply. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമ്മൾ കറൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം ആ ഹീറ്ററിൽ കൂടി ഫ്ലോ ചെയ്യുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ 5 മിനിറ്റ് ആ ഹീറ്റർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഹീറ്റ് ജനറേറ്റഡ് ആവുമെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. ആൻഡ് ദി തേർഡ് ക്വസ്റ്റ്യൻ ഇസ് റെസിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് ആക്കി വെച്ചാൽ ഹൗ ടു ചേഞ്ച് ദി പവർ. സോ തന്നിട്ടുള്ള വാല്യൂസ് എടുത്തെഴുതുക. P is equal to 920 watt and V is equal to 230 volt. So in the first question we have to find the current through the heater. So അതിന് നമുക്ക് P is equal to VI എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യാം. So from that I is equal to P by V. Substituting the values for P and V, that is 920 by 230, which we get as 4 ampere. So 4 ampere current flows through the heater. Next question is to find the heat generated if it works for 5 minutes. So we can use the equation. നമുക്ക് V അറിയാം, I അറിയാം, and time is also given. So we can use the equation H is equal to VIT. So substituting the values, we get 230 into 4 into 5 minutes എന്നുള്ളത് സെക്കൻഡ്സിലേക്ക് മാറ്റണം. That's why we have multiplied it with 60. So we get the answer as 2,76,000 joule, which is equal to 276 kilojoule of heat energy is generated from this heater if it works for 5 minutes. And again the third question was resistance നിങ്ങൾ ചേഞ്ച് ചെയ്യാതെ കോൺസ്റ്റൻ്റ് ആയിട്ട് കീപ്പ് ചെയ്താൽ എങ്ങനെയാണ് പവർ ചേഞ്ച് ചെയ്യാൻ പറ്റുക. സോ നമുക്കറിയാം പവറിൻ്റെ ഇക്വേഷൻ P is equal to VI ആണ്. That is power is proportional to V and current I. So either by changing the potential or by changing the current through the circuit we can change the power by keeping the resistance constant. So ഇത്രയും ക്വസ്റ്റ്യൻസ്
ഇത്രയും നിങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 4 മാർക്സ് ആണ് കിട്ടുന്നത്. സോ ഇന്ന് ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഒരു റിവിഷൻ ക്ലാസ്സും കൂടി ഉണ്ടാവും ഫസ്റ്റ് ചാപ്റ്ററിൽ. അപ്പോൾ ആ ക്ലാസ്സിൽ നിങ്ങളെല്ലാവരും അത് കാണുക, തുടർന്നും വീഡിയോസ് കാണുക, ഷെയർ ചെയ്യുക.